അള്ളാഹുവിൻ്റെ അൽ അസ്മാ ഉൽ ഹുസ്നയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് വാലി എന്നത്. സർവാധിപൻ, ഏറ്റെടുക്കുന്നവൻ എന്നൊക്കെ നമുക്കിതിന് അർത്ഥം പറയാം. പരിശുദ്ധമായ ഖുർആനിൽ ഒരു പ്രാവശ്യമാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അബ്ജദീയത്ത് 47. എല്ലാ കാര്യങ്ങളെയും ഏറ്റെടുക്കുന്നവനും അതിൽ വിധി നടപ്പാക്കുന്നവനും. വാലി എന്ന പദം വിലായത്ത് എന്നതിൽ നിന്ന് ഉണ്ടായതാണ്. വിലായത്ത്, അധികാരം. ഈ ഒരു പദം എല്ലാ വസ്തുക്കളെയും അള്ളാഹു നിയന്ത്രിക്കുന്നു എന്നതിനെയും സർവ വസ്തുക്കളുടെ മേലിലും അള്ളാഹു ഖുദ്റത്തുള്ളവനാണ്, കഴിവുള്ളവനാണ് എന്നതിനെയും എല്ലാ കാര്യങ്ങളും അള്ളാഹുവാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെയും അറിയിക്കുന്നു. നിയന്ത്രണം, കഴിവ് ഉണ്ടാകൽ, പ്രവർത്തിക്കൽ ഇവകൾ ഒരുമിച്ച് കൂടുമ്പോൾ മാത്രമാണ് വാലി എന്ന ഇസ്മ് പറയപ്പെടുക. ഇവകൾ ഒരുമിച്ച് കൂടിയിട്ടില്ല എങ്കിൽ അതിൻ്റെ മേലിൽ വാലി, സർവാധിപൻ അല്ലെങ്കിൽ ഏറ്റെടുക്കുന്നവൻ എന്ന അർത്ഥത്തിലുള്ള ആ ഇസ്മ് ഉപയോഗിക്കുകയില്ല എന്നാണ്. ഈ പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങളുടെയും വാലി അള്ളാഹു മാത്രമാണ്. എല്ലാത്തിനെയും ഉടമപ്പെടുത്തിയവൻ അള്ളാഹു മാത്രമാണ്. എല്ലാത്തിലും ക്രയവിക്രയം ചെയ്യുന്നവനും അള്ളാഹു മാത്രമാണ്. ഏറ്റെടുക്കപ്പെട്ട കാര്യങ്ങളുടെ നന്മകൾ, ആ നന്മകൾ ഇവിടെ ഉണ്ടാകുന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ ഓരോ തീരുമാനങ്ങളും വിധികളും അതുമായി കൂടിച്ചേരുന്നു. ചില പണ്ഡിതന്മാർ പറഞ്ഞു, വാലി എന്നത് മൗല എന്ന അർത്ഥത്തിന് ഉള്ളതാണ്. മൗല എന്നതും അള്ളാഹുവിന് ഉപയോഗിക്കുന്ന പേരാണ്. നമ്മൾ സാധാരണയിൽ പരിശുദ്ധ ഖുർആനോത്ത് നിർത്തുന്ന സമയത്ത് സദഖല്ലാഹു മൗലാന എന്ന് പറയാറുണ്ട്. മൗല അത് അള്ളാഹുവിൻ്റെ ഒരു നാമമാണ്. പരിശുദ്ധ ഖുർആനിൽ മൗല എന്ന നാമം 12 പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നാണ്. ഉഹദ് യുദ്ധത്തിൻ്റെ സമയത്ത് അബൂ സുഫിയാൻ തൻ്റെ അനുയായികളായിരുന്ന ആളുകളോട് പറഞ്ഞു, ലനാ ഉസ്സ, നമുക്ക് ഉസ്സയുണ്ട്, ഉസ്സ എന്ന വിഗ്രഹമുണ്ട്. എന്നാൽ വിശ്വാസികളായ ആളുകൾക്ക് ഉസ്സയില്ല സഹായത്തിന്. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, അബൂ സുഫിയാന് നിങ്ങൾ മറുപടി കൊടുക്കുക, ലനാ മൗല വലാ മൗല ലക്കും, ഞങ്ങൾക്ക് മൗലയുണ്ട്, നിങ്ങൾക്ക് മൗല ഇല്ല. ഉഹദ് യുദ്ധസമയത്ത് അബൂ സുഫിയാൻ എന്ന് പറയുന്ന വ്യക്തി ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് ഉസ്സയില്ല എന്ന ആ ഒരു വർത്തമാനം അദ്ദേഹം പറഞ്ഞപ്പോൾ നബി തങ്ങൾ അവിടെ അദ്ദേഹത്തിന് മറുപടി പറയാൻ വേണ്ടി പ്രയോഗിച്ച ആ ഒരു ഇസ്മ് ലനാ മൗല വലാ മൗലാലക്കും, ഞങ്ങൾക്ക് മൗലയുണ്ട്, നിങ്ങൾക്ക് മൗലയില്ല എന്നാണ്. മൗല എന്ന പദം അത് വലിയ എന്നതിൽ നിന്ന് ഉണ്ടായതാണ്. ഖുർബ് എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിക്കാറുണ്ട്. അങ്ങേയറ്റം നമ്മോട് അടുത്തവൻ, എല്ലാ നിലക്കുള്ള സഹായവും
തേടപ്പെടുന്ന പരിശുദ്ധ ദാത്ത് മംലൂക്കീങ്ങളായ അല്ലെങ്കിൽ അടിമകളായ നമുക്ക് മാലിക്കായ അള്ളാഹു മാത്രമാണ് അഭയമായിട്ടുള്ളത്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിനെ തടയുകയും ചെയ്യുന്നവനാണ് അള്ളാഹു. എല്ലാ നിലക്കുള്ള സഹായവും നൽകുന്നവനാണ്, എല്ലാത്തിൻ്റെയും യജമാനനാണ്, പരിപാലിക്കുന്നവനാണ്, എല്ലാത്തിനും അനുഗ്രഹം ചൊരിയുന്നവനാണ്. ഈ അർത്ഥത്തിലൊക്കെ മൗല എന്ന മഹത്തായ ഇസ്മ ഉപയോഗിക്കാറുണ്ട്. വലിയും മൗലയും തമ്മിലുള്ള വ്യത്യാസം മഹത്തുക്കൾ പറയുന്നത് കാണാം. വലിയ എന്നത് ഖാസായ വിലായത്തുള്ളവൻ, അഥവാ സത്യവിശ്വാസികൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകാമെന്ന് ഏറ്റെടുത്തവൻ. മൗല എന്ന് പറഞ്ഞാൽ പൊതുവായ വ്യാപകമായ അധികാരമുള്ളവൻ, എല്ലാ ആളുകളുടെയും എല്ലാ സൃഷ്ടികളുടെയും എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തവൻ. ഈ അർത്ഥത്തിലാണ് മൗല എന്നത് ഉപയോഗിക്കുന്നത്. വാലി എന്നതായാലും മൗല എന്നതായാലും അതൊക്കെ സിഫത്തുൽ അഫ്ആലാണ്. വാലി എന്ന ഇസ്മുമായിട്ട് താല്ലുക്ക് ബന്ധം ആകേണ്ടത് മഹത്തുക്കൾ പഠിപ്പിച്ചു അള്ളാഹുവിൻ്റെ നിയന്ത്രണം കൊണ്ട് നീ സംതൃപ്തനാകലാണ്. തൻ്റെ നിയന്ത്രണത്തെ തൊട്ട് അള്ളാഹുവിൻ്റെ നിയന്ത്രണം കൊണ്ട് തൃപ്തിപ്പെടുക. താൻ ഒന്നിനെയും നിയന്ത്രിക്കാൻ കെൽപ്പുള്ളവനല്ല എന്ന ഒരു ബോധവും സർവവും നിയന്ത്രിക്കാനും ഏറ്റെടുക്കാനും അധികാരവും കഴിവുമുള്ളവൻ തൻ്റെ സൃഷ്ടാവായ അള്ളാഹുവാണ് എന്ന ഒരു ബോധവും അവനിൽ ഉണ്ടാവുകയും അവൻ്റെ സർവകാര്യങ്ങളും റബ്ബിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യുക. അള്ളാഹുവാണ് വാലി എന്ന ഒരു തിരിച്ചറിവിലേക്ക് ഒരു മനുഷ്യൻ എത്തുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ ആ ഒരു അധികാരം കൊണ്ട് അവൻ മതിയാകൽ ശ്രദ്ധിക്കുന്നു. അവൻ്റെ എല്ലാ അവസ്ഥകളിലും അവൻ്റെ എല്ലാ മുഖ്യമായ കാര്യങ്ങളിലും അവൻ അള്ളാഹുവിലേക്ക് അഭയം തേടുന്നു, അള്ളാഹുവിലേക്ക് സമാധാനം ആഗ്രഹിച്ചുകൊണ്ട് അഭയം പ്രാപിക്കുന്നു. ഇതൊക്കെയാണ് ഈ ഇസ്മുമായി ബന്ധം പുലർത്തുന്നതിൻ്റെ അടയാളങ്ങൾ. ഈ ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കൽ മഹത്തുക്കൾ പഠിപ്പിച്ചു. നീ നിന്റെ ശരീരത്തിൻ്റെ മേലിൽ വാലിയാകണം, ഏറ്റെടുക്കുന്നവനാകണം. അള്ളാഹു പൊരുത്തപ്പെട്ട കാര്യങ്ങളിൽ നിന്റെ ശരീരത്തെ ഉപയോഗിക്കുന്ന ആ ഒരു തരത്തിലേക്ക് നീ ആകണം. അല്ലാഹു തആല തൃപ്തിപ്പെടാത്ത ഒരു വിഷയങ്ങളിലേക്കും നീ പോകാതിരിക്കുക. ആ നിലക്ക് നിന്റെ ശരീരത്തിൻ്റെ മേലിൽ നിനക്ക് ആധിപത്യം ഉണ്ടായിരിക്കുക എന്നതാണ് ഈ ഇസ്മ കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കൽ. ഈ മഹത്തായ ഇസ്മിൻ്റെ പ്രത്യേകതയായി മഹത്തുക്കൾ പഠിപ്പിക്കുന്നു, ഇത് അതിൻ്റെ അബ്ജദീയത്ത് കണക്ക് പ്രകാരമോ അതിലധികമോ ചൊല്ലുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ, പ്രകൃതിയിലുണ്ടാകുന്ന വിപത്തുകൾ, അതിനെല്ലാം തടയാൻ ഈ ഇസ്മ കൊണ്ട് സാധിക്കും എന്നാണ്. ശക്തമായ ഇടിമിന്നലുണ്ടാകുന്ന നേരത്ത് യാ വാലിയ അല്ലാഹ്, യാ വാലിയ അല്ലാഹ്, യാ വാലിയ അല്ലാഹ് എന്ന് 3 പ്രാവശ്യം ചൊല്ലിയാൽ അത് വലിയ കാവൽ അവന് നൽകുമെന്നാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന ഹൈലിൻ്റെ, മെൻസസിൻ്റെ കാരണം കൊണ്ട് ഉണ്ടാകുന്ന ക്ഷീണം അതില്ലാതെയാകാൻ,
അതുപോലെ അധികാരം ലഭിക്കാൻ ഒക്കെ ഈ ഇസ്മ വലിയ സഹായകമാണ്. അധികാരം അർഹരല്ലാത്ത ആളുകളിലേക്ക് പോകുന്ന കാലഘട്ടങ്ങളിൽ അവരിലേക്ക് പോകാതെ അർഹതപ്പെട്ടവരിലേക്ക് വരണമെന്ന ഉദ്ദേശത്തോടുകൂടി ഈ ഇസ്മിനെ ധാരാളം ചൊല്ലുകയും ഈ ഇസ്മിൻ്റെ കൂടെ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅത്തിൽ മുൽക മൻ തശാ എന്ന് തുടങ്ങുന്ന ആയത്ത് ഓതുകയും ആ ആയത്ത് ഓതലിനെ അധികരിപ്പിക്കുകയും ചെയ്താൽ അത് വലിയ ഫലമുണ്ട് എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.